ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈ റേഞ്ച് ഡയറീസിലേക്ക് സ്വാഗതം. ഇത് 4 മണിക്ക് ഒരു പലഹാരം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു 4-5 ബ്രെഡ് എടുത്തൊന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ തൈരും കൂടെ നമുക്കൊന്ന് ചേർത്തൊന്ന് ഇളക്കി ഒന്ന് വെക്കാം. ഇത് 2 സ്പൂൺ തൈര് ഞാനിന്ന് ഇളക്കി വെക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 4-5, അത് നിങ്ങളുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ എണ്ണം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്കിതൊന്ന് കൂട്ടിയെടുക്കണം. ഇതൊന്ന് ഞാനൊന്ന് ഇളക്കി ഒന്ന് വെക്കുവാണ്. ഒരു 5-10 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി വെക്കുക. ഒന്ന് ആയതിന് ശേഷം അപ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 2-3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ അകത്തേക്ക് നമുക്കൊരു 2 സ്പൂൺ 2 സ്പൂൺ അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ 2 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരു സ്പൂണോളം നമുക്ക് റവയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. റവയും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ബാക്കി ഉള്ളിയും ഇഞ്ചിയും കരിവേപ്പിലയും മുളകും എല്ലാം കൂടെ അരിഞ്ഞിട്ടും കൂടെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുത്തോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചോ നിങ്ങൾ കുഴച്ചെടുക്കാം കേട്ടോ. അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും ചിലപ്പോൾ. അല്ലെങ്കിൽ ഇത് നിങ്ങളെ എടുക്കുന്ന ഇതിൻ്റെ അനുസരിച്ച് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത്ര എണ്ണത്തിനാണ് ഉണ്ടാക്കുന്നത്. ഒരു 2-4 എണ്ണത്തിന് വേണ്ടിയിട്ട് 4 എണ്ണം ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതനുസരിച്ച് നിങ്ങൾക്ക് ബ്രെഡിൻ്റെ അളവ് കൂട്ടിയെടുക്കുമ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഇച്ചിരി ഒന്ന് കൂട്ടിയെടുക്കണം. ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഈ പരുവത്തിന് നമുക്ക് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇത്രയും നനവും മതിയാവും. നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പരുവത്തിനുള്ള രീതിയിലുള്ളത് മതിയാവും. എണ്ണയൊഴിച്ച് ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് വറുത്ത് കോരി എടുക്കാനായിട്ട് നമുക്ക് ചീനിച്ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചെടുക്കുക. അതിന് ശേഷം ചൂടായതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തി ഒന്ന് എടുക്കാം. ഇതേപോലെ പരത്തി എടുത്തോളുക. നടുക്ക് ആവശ്യമൊന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊന്ന് കുഴിയിട്ട് കൊടുക്കാം. ഇതേപോലെ കുഴിച്ചിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ആയാലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടായെങ്കിൽ എണ്ണയിലേക്ക് നമുക്കിതൊന്നിട്ട് ഒന്ന് കോരിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഞാനിതൊരെണ്ണം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിതൊന്ന് മറിച്ചിടാം. ഒരു വശമായിട്ടുണ്ട്. അപ്പുറത്തേക്ക് നമുക്കിതൊന്ന് തിരിച്ചിടണം. ഇതാ ഇങ്ങനെ ഒന്ന് മറിച്ചിടുക. അതിനുശേഷം നമുക്കിത് ഓരോന്നുമായിട്ട് നമുക്കിങ്ങനെ ഓരോന്നോ 2 എണ്ണമൊക്കെ ആയിട്ട് നിങ്ങളിത് ചുട്ടെടുക്കുക. ഇങ്ങനെ എണ്ണയിൽ വറുത്ത് കോരി എടുക്കുക കേട്ടോ. ഇതേപോലെ നമുക്ക് 2 വശം ഒരേപോലെ തന്നെ മൂപ്പിച്ച് നമുക്ക് വറുത്ത് കോരി എടുക്കാം കേട്ടോ. ബാക്കിയുള്ളതെല്ലാം കൂടെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ബ്രെഡ് ഉപയോഗിച്ച് നല്ല അടിപൊളി 4 മണി പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല ക്രിസ്പിയാണ്. നമ്മൾ ഇത് അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതാണ് കണ്ടോ. നല്ല അടിപൊളി 4 മണി പലഹാരം ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇത് അളവനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ അളവ് വേണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ കൂടുതൽ എടുക്കാം കേട്ടോ. താങ്ക് യു.